അല്ല, ഞാൻ ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് കുറേ ആലോചിച്ച് ഏതിലാ ഇപ്പൊ ബർക്കത്തുണ്ടാവുക? നമ്മളെ പരിപാടിക്കാണോ അത് മുജാഹിദിന്റെ പരിപാടിക്കാണോ ബർക്കത്തുണ്ടാവുക? രാവിലെ ഏ സമസ്തന്റെ പരിപാടി ഉദ്ഘാടനം, വൈകുന്നേരം മുജാഹിദിന്റെ പരിപാടി ഉദ്ഘാടനം. ഓ, എന്താല്ലേ! ഓ, കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ സുന്നത്ത് ജമാഅത്ത് ഇങ്ങോട്ട് മാറ്റുകയാണ്. എല്ലാവർക്കും ഉള്ള തങ്ങളാക്കിയാണ്ട് മുസ്ലിം ലീഗിന്റെ ഉദ്ഘാടനം, രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിൻ്റെത്, അതേമാതിരി മുജാഹിദിൻ്റെത്, ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പോകും, എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ പെടുന്ന ആളുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെടണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് വിളിച്ചത് എന്നുള്ളത്. എന്നാൽ പിന്നെ പ്രശ്നമില്ല, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്. ആ നിലക്കാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞാണ്ട് ഈ എല്ലാവിധ ചങ്കരജാതിക്കും പോണ ആളുകളെ വിളിച്ചാണ്ട് ഉദ്ഘാടിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അങ്ങനത്തെ ആളുകളൊക്കെ മാറ്റി നിർത്തപ്പെടണം. സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കണ എത്ര തങ്ങന്മാരുണ്ട്. പാണക്കാട് തന്നെയല്ലേ തങ്ങന്മാർ? അവിടുന്ന് പാണക്കാട് നിന്നാണെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെ വിളിച്ചാൽ പോരെ? പാണക്കാട് തങ്ങന്മാർ തന്നെയല്ലേ അവിടുന്ന് ഇഷ്ടം പോലെ, അവിടുന്ന് വിളിച്ചാൽ പോരെ? എന്തിനാണ് ഈ എല്ലാ വിധോടത്തും പോയാണ്ട് ആദർശം പണയം വെച്ചാണ്ട് പോണ ആളുകളെ നമ്മൾ വിളിക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. മുജാഹിദിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പരിപാടി മുജാഹിദിൻ്റെ ആഴ്ച നമുക്ക് കുഴപ്പമില്ല. നമ്മളൊരു ആദർശ പരിപാടിയിൽ പോകുമ്പോൾ പറഞ്ഞാൽ നമ്മളെ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആദർശം ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പോവുകയാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മേലുള്ള ആളുകൾ ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇനിയെങ്കിലൊക്കെ ഒന്ന് കണ്ണ് തുറക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ആദർശം പറഞ്ഞ് അടക്കണീൻ്റെ അടിയിൽ കൂടി ഇങ്ങനത്തെ പരിപാടി എടുക്കുമ്പോൾ നല്ലോണം നോക്കണം. എന്തിനാണ് അങ്ങനെ കെതിയിട്ടാണ്ട് വിളിച്ചത്? തങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ഒരു ഉദ്ഘാടനത്തിന് ഒരു കുറവുമില്ല. മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ പരിപാടി ഉണ്ട്, മതസൗഹാർദ്ദ പരിപാടി ഉണ്ട്, മുജാഹിദിൻ്റെ പരിപാടി ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന് കെട്ടിയറിഞ്ഞ് കൂടുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തേണ്ടതാണ്. നമ്മളൊരു ആദർശത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ വിട്ടുവീഴ്ചയാണെന്ന് പറഞ്ഞാണ്ട് ആദർശത്തിൽ വെള്ളം ചേർക്കുകയില്ല, അതിലൊരു കോംപ്രമൈസും ചെയ്യരുത്. വേറുള്ളതൊക്കെ വിട്ടുവീഴ്ച ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ വിഷയമല്ല. ആണ് എനിക്ക് തലപ്പാവുണ്ട്, എനിക്ക് തൊപ്പിയുണ്ട് എന്ന് മറ്റേ ഹക്കീം മൗലവി പറഞ്ഞില്ലേ മുമ്പ്? മറ്റേ ഉമർ മൗലവിയും പറഞ്ഞിനി ഞാനും സുന്നിയാണെന്ന്. മുജാഹിദീങ്ങളും പറയലുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന്. അതുകൊണ്ട് കാര്യമില്ല. അത് ഈ റസൂലും സഹാബത്തും കാണിച്ചു തന്ന ആ പാരമ്പര്യ ദീനിൽ കൂടെ പോകുന്നുണ്ടെങ്കിലേ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. മുജാഹിദിന്റെ പരിപാടിക്ക് പോവുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ആദർശം പണയം വെച്ചുള്ള പരിപാടിയാണ്. നമ്മളെ ജിഫരി തങ്ങൾ ഇപ്പോൾ മുജാഹിദിന്റെ പരിപാടിക്ക് പോയാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതേമാതിരി തന്നെ സ്വാദിഖ് അലി തങ്ങൾ പോയാലും അങ്ങനെ ആര് പോയാലും മാറ്റി നിർത്തപ്പെടണം. അങ്ങനെ മാറ്റി നിർത്താതെ ആകുമ്പോഴാണ് ഈ താഴെത്തട്ടിലുള്ള മൂല്യന്മാർ, ഇപ്പോൾ ഹുദവികളൊക്കെ ഉണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടിക്ക് പോണ്, വഹാബിൻ്റെ പരിപാടിക്ക് പോണ്. അതൊക്കെ എന്തുകൊണ്ടാണ്? അവങ്ങളെന്താ തങ്ങളോട് പറയാത്തതെന്നാണ് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തിരുത്തേണ്ടത് ആദ്യം തന്നെ തിരുത്തണം, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവർ അത് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആരായാലും ആരാണെങ്കിലും അത് ശ്രദ്ധിക്കണം. അങ്ങനെ കെതിയിട്ടാണ്ട് വിളിച്ചൊന്നും വേണ്ടാണ്ട് വേണ്ട. തങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വിളിച്ചില്ല അയച്ചാണ്ട് ഒന്നും വരാനില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തങ്ങൾ വന്നില്ല അയച്ചൊന്നും വരാനില്ല. പിന്നെ എന്തിനാണ് കെതിയിടണത്? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇടങ്ങാറായിക്കാണ്ട് സുന്നത്ത് ജമാഅത്ത് ഇങ്ങോട്ട് എന്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദർശത്തിൽ വെള്ളം ചേർക്കാനും പാടില്ല. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ രീതിക്ക് തന്നെ പോകണം. അത് ആരായാലും ശരി, അത് പണക്കാട്ട് തങ്ങൾ തന്നെ, ഇനി നമ്മളെ കൂടുതലുള്ള വേറെ ഏത് മൂല്യന്മാരായാലും ശരി, അങ്ങനത്തെ ആളുകളൊക്കെ മാറ്റി നിർത്തുക. ആ നമ്മളെ ബൗണ്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തൻ്റെ ബൗണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അപ്പോൾ പിന്നെ അത് മാറ്റി നിർത്തപ്പെടണം. അപ്പോൾ എത്ര ആളുകളെ മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ട് മുൻപ്. ഇപ്പോൾ മുഷാവറ അംഗത്തുനിന്ന് മറ്റേ ഫൈസിനെ ഒഴിവാക്കിയില്ലേ? അതേമാതിരി മറ്റേ ആളെ ഒഴിവാക്കിയില്ലേ? അതേമാതിരി മുമ്പ് കാസിമിനെ മാറ്റി നിർത്തിയില്ലേ? അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് ശരിയാക്കിയാണ്ട് പിന്നെ ശരിയാക്കുമ്പോൾ തിരിച്ചെടുക്കാം, അതിന് പ്രശ്നമില്ല. പിന്നെ ഇതിനിപ്പോൾ മുണ്ടാതിരുന്നാണ്ട് നിങ്ങൾ രാവിലെ സമസ്തൻ്റെ പരിപാടിയും വൈകുന്നേരം മുജാഹിദിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ആദർശം പിന്നെ നമ്മളിവിടെ പ്രസംഗിക്കണത്? എന്ത് ആദർശമാണ് നമുക്കുള്ളത്? അതൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. അതിന് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ? അത് പാണക്കാട്ടെ തങ്ങളല്ലേ മൂപ്പർ എല്ലായിടത്തും പങ്കെടുക്കൂലെന്ന് പറയാം. പങ്കെടുത്തോട്ടെ, എല്ലാ പരിപാടിയും പങ്കെടുത്തോട്ടെ. പക്ഷെ മുജാഹിദിൻ്റെ ആദർശ പരിപാടി പങ്കെടുത്താണ്ട് മുജാഹിദിൻ്റെ ബുക്ക് ഉദ്ഘാടനം ചെയ്താണ്ട് ഞാൻ സുന്നിയാണെന്ന് പറയുന്നത് അത് എന്ത് നിലപാടാണ്? അങ്ങനത്തെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടണം. അതാണ് വേണ്ടത്, അത് ആരായാലും. അതുകൊണ്ടാണ് ഈ നാസർ ഫൈസി കുളത്തായിക്കും മധുസമ്മ പൂക്കോട്ടൂരിനൊക്കെ മുജാഹിദിനോട് ഇപ്പം ഭയങ്കര കമ്പായിട്ട് അവരൊന്നും പറയണ്ട എന്ന് പറയല്ലോ. തെരഞ്ഞെടുപ്പിന് ആയാലും അല്ലെങ്കിലൊന്നും അവർ മുജാഹിദിനെ കുറിച്ചൊന്നും പറയില്ല. അവർക്ക് രാഷ്ട്രീയത്തിൽ വോട്ട് പോകുന്നുള്ള പേടിയാണ്. അതൊക്കെ വന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ എത്ര ആയാലും ആദർശം പറയുന്നിടത്ത് അവിടെ നമ്മൾ നല്ല ഇതിൽ തന്നെ പറയണം. അവിടെ മാറ്റി നിർത്തപ്പെടേണ്ട വേണം. അതിനിപ്പോൾ പണക്കാട് തങ്ങന്മാരിൽ ആരായാലും ശരി,
റഷീദ് അലി തങ്ങളായാലും ശരി, മുനവർ അലി തങ്ങളായാലും ശരി, സ്വാദിഖ് അലി തങ്ങളായാലും ശരി, ആ സമസ്തന്റെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കണമല്ലാണെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടണം. അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാ കാലത്ത് ഓലുണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ എന്നുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റി വെക്കണം. നമുക്ക് റൂട്ടില്ലേ, ആ റൂട്ടിലൂടെ അങ്ങോട്ട് പോകാൻ അങ്ങനെ പറഞ്ഞു കൊടുത്താലേ വരും തലമുറക്ക് നമുക്ക് കളങ്കമില്ലാതെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരും തലമുറ നമ്മളോട് ചോദിക്കൂലേ, ഇവരൊക്കെ ചെയ്തത് അപ്പോൾ ഇതിൽ നിന്നിട്ടല്ലേ ഇനിയൊന്നും ചോദിക്കൂലേ, അപ്പോൾ എന്തുത്തരം നമ്മൾ പറയാം. ശ്രദ്ധിക്കണം നിങ്ങള്. ഓക്കെ.